ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാംഘട്ട വോട്ടെടുപ്പ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് 12:20 വരെ രേഖപ്പെടുത്തിയത് 33.4% പോളിംഗ്. വോട്ടെടുപ്പ് സമാധാനപരം. കർണാടകയും രാജസ്ഥാനും ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിലും ജമ്മുകശ്മീരിലും ഇന്ന് വോട്ടെടുപ്പ്. കർണാടകയിൽ 11 മണിവരെ 22% പേർ വോട്ട് രേഖപ്പെടുത്തി. എല്ലാ വോട്ടർമാരും പോളിംഗ് ബൂത്തുകളിൽ എത്തണമെന്നും ഉയർന്ന പോളിംഗ് ശതമാനം രാജ്യത്തിന്റെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിലെ എല്ലാ വോട്ടുകളും വിവിപാറ്റുമായി ഒത്തുനോക്കണമെന്നാവശ്യപ്പെടുന്ന ഹർജികൾ സുപ്രീംകോടതി തള്ളി. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാംഘട്ട വോട്ടെടുപ്പ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പുരോഗമിക്കുന്നു. 12:20 വരെയുള്ള കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് 33.40% പോളിംഗാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 12 സംസ്ഥാനങ്ങളിലെയും ജമ്മുകശ്മീരിലെയും 88 മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ്. 16 കോടിയോളം വോട്ടർമാരാണ് സമ്മതിദാന അവകാശം വിനിയോഗിക്കുക. 1202 സ്ഥാനാർത്ഥികളാണ് രണ്ടാംഘട്ടത്തിൽ ജനവിധി തേടുന്നത്. സംസ്ഥാനത്ത് രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകുന്നേരം 6 മണിവരെ നീളും. പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിര ദൃശ്യമാണ്. സ്ഥാനാർത്ഥികളും മറ്റ് പ്രമുഖരും രാവിലെ മുതൽ വോട്ട് ചെയ്യാൻ എത്തിത്തുടങ്ങി. 25,000-ലേറെ പോളിംഗ് ബൂത്തുകളാണ് സംസ്ഥാനത്ത് സജ്ജീകരിച്ചിരിക്കുന്നത്. ബൂത്തുകളിൽ വെയിലും മഴയും ഏൽക്കാതെ വരി നിൽക്കുന്നതിനുള്ള സംവിധാനം, കുടിവെള്ളം, ശൌചാലയം തുടങ്ങിയ അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഭിന്നശേഷി വോട്ടർമാർക്കും മുതിർന്ന പൌരന്മാർക്കും പ്രത്യേക ക്യൂ സൌകര്യവും ബൂത്തുകളിലുണ്ട്. 1.5 മാസത്തോളം നീണ്ട തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലൊടുവിലാണ് സംസ്ഥാനം പോളിംഗ് ബൂത്തിലേക്കെത്തുന്നത്. കരുത്തുറ്റ സ്ഥാനാർത്ഥികളിലൂടെ വിജയം കൊയ്യാമെന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാനത്ത് UDF-ഉം LDF-ഉം NDA-യും. 19 സിറ്റിംഗ് MPമാരും രാജീവ് ചന്ദ്രശേഖർ, വി മുരളീധരൻ എന്നീ കേന്ദ്രമന്ത്രിമാരും കേരളത്തിൽ മത്സരരംഗത്തുണ്ട്. മന്ത്രി കെ രാധാകൃഷ്ണൻ ഉൾപ്പെടെ 5 MLA-മാരും സംസ്ഥാനത്ത് ജനവിധി തേടുന്നു. തലസ്ഥാന ജില്ലയിലെ തിരുവനന്തപുരം മണ്ഡലത്തിൽ ഇതുവരെയുള്ള കണക്കുപ്രകാരം 32.55%, ആറ്റിങ്ങലിൽ 35.15% പോളിംഗ് രേഖപ്പെടുത്തി. ജില്ലയിൽ 2730 പോളിംഗ് സ്റ്റേഷനുകളിലാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. വോട്ടെടുപ്പിന്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ മികച്ച ജനപങ്കാളിത്തമാണ് ബൂത്തുകളിൽ പ്രകടമായത്. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ 33.07% പോളിംഗാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജില്ലയിൽ വോട്ടെടുപ്പ് സുഗമമായി പുരോഗമിക്കുന്നു. കേരളത്തിലെ മലയോര മണ്ഡലമായ പത്തനംതിട്ട തീ പാറുന്ന പ്രചാരണത്തിലൊടുവിലാണ് ഇന്ന് പോളിംഗ് ബൂത്തിലേക്കെത്തിയത്. 12:20 വരെയുള്ള കണക്കുകൾ പ്രകാരം മണ്ഡലത്തിൽ 33.63% പോളിംഗ് രേഖപ്പെടുത്തി. തത്സമയ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട പ്രതിനിധി ശ്രീജി ശ്രീധർ. ശ്രീജി, പത്തനംതിട്ടയിൽ വോട്ടെടുപ്പ് എങ്ങനെ പുരോഗമിക്കുന്നു? മലയോര മേഖലകളിലെ ബൂത്തുകളിൽ ജനത്തിരക്ക് അനുഭവപ്പെടുന്നുണ്ടോ? സോഫിയ, വാശിയേറിയ ത്രികോണ മത്സരം നടക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ ഒരേയൊരു മണ്ഡലമായ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ മലയോര മേഖലയിലെ ചില ബൂത്തുകളിൽ സ്ത്രീകൾ ഉൾപ്പെടെ പോളിംഗിന് നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. എന്നാൽ ചില സ്ഥലങ്ങളിൽ വോട്ട് ചെയ്യാനെത്തുന്നവരുടെ എണ്ണത്തിൽ വലിയ കുറവ് ഉണ്ടായിട്ടുണ്ട്. മണ്ഡലത്തിൽ 6 മണിക്കൂറിലധികമായി തുടരുന്ന വോട്ടിംഗിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാർ ബൂത്തുകളിലെത്തിയത് കാഞ്ഞിരപ്പള്ളി, കോന്നി നിയമസഭാ മണ്ഡലങ്ങളിലാണ്. ജില്ലയിൽ 8ഓളം സ്ഥലങ്ങളിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായതിനെ തുടർന്ന് ആദ്യ മണിക്കൂറുകളിൽ വോട്ടിംഗ് മന്ദഗതിയിലായിരുന്നു. കോന്നി ഐരവൺ 205 ബൂത്തിൽ 1 മണിക്കൂറിലേറെ വോട്ടിംഗ് മെഷീന്റെ തകരാറിനെ തുടർന്ന് വോട്ടിംഗ് തടസ്സപ്പെട്ടു. അടൂർ, തെങ്ങമം, ഓമല്ലൂർ എന്നിവിടങ്ങളിൽ കള്ളവോട്ട് നടന്നതായും പരാതി ഉയർന്നിട്ടുണ്ട്. നന്ദി ശ്രീജി. ആലപ്പുഴ മണ്ഡലത്തിൽ 35.13%, മാവേലിക്കരയിൽ 33.80% ഇതുവരെയുള്ള പോളിംഗ്. ജില്ലയിൽ വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമാണ്. കോട്ടയത്ത് ചില പോളിംഗ് സ്റ്റേഷനുകളിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ തകരാറിലായതിനെ തുടർന്ന് അരമണിക്കൂറോളം വോട്ടെടുപ്പ് തടസ്സപ്പെട്ടു. പാമ്പാടിയിലും കാണക്കാരിയിലും ഐമനത്തുമാണ് പോളിംഗ് യന്ത്രങ്ങൾ തകരാറിലായത്. പിന്നീട് പുതിയ വോട്ടിംഗ് യന്ത്രം എത്തിച്ച് വോട്ടെടുപ്പ് പുനരാരംഭിച്ചു. ഇപ്പോൾ വോട്ടെടുപ്പ് സുഗമമായി പുരോഗമിക്കുകയാണ്. 12:20 വരെയുള്ള കണക്കുകൾ പ്രകാരം 33.5% പോളിംഗ് രേഖപ്പെടുത്തി. ഇടുക്കി ജില്ലയിൽ ഇതുവരെയുള്ള കണക്കുപ്രകാരം 33.40% പോളിംഗ്. ഇരട്ട വോട്ടും ജില്ലയിൽ പിടികൂടി. ചെമ്മണ്ണാർ സ്കൂളിലെ 57-ാം നമ്പർ ബൂത്തിലെത്തിയ യുവതിയെയാണ് പോളിംഗ് ഉദ്യോഗസ്ഥർ പിടികൂടിയത്. എറണാകുളം മണ്ഡലത്തിലെ വിവിധ പോളിംഗ് ബൂത്തുകളിൽ വോട്ടെടുപ്പ് സുഗമമായി തുടരുന്നു. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം 32.92% മണ്ഡലത്തിലെ പോളിംഗ്.
തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ 12-20 വരെയുള്ള കണക്കുകൾ പ്രകാരം 33.48% പോളിംഗ് രേഖപ്പെടുത്തി. ചാലക്കുടിയിൽ 34.79 ആണ് ഇതുവരെയുള്ള പോളിംഗ്. കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ ഇതുവരെയുള്ള കണക്ക് പ്രകാരം 32.71% പേരും വടകരയിൽ 32.18 പേർ വോട്ട് രേഖപ്പെടുത്തി. കോഴിക്കോട് നിന്നുള്ള കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി നസീർ ബാബു. കോഴിക്കോട് ജില്ലയിൽ തെരഞ്ഞെടുപ്പ് നടപടികൾ പുരോഗമിക്കുകയാണ്. രാവിലെ തന്നെ വിവിധ പോളിംഗ് കേന്ദ്രങ്ങളിൽ തിരക്കനുഭവപ്പെട്ടു. പലയിടത്തും സ്ത്രീ വോട്ടർമാരുടെ നീണ്ട നിരയും പ്രകടമായിരുന്നു. പ്രമുഖ നേതാക്കളും കോഴിക്കോട് മണ്ഡലത്തിലെ 3 മുന്നണി സ്ഥാനാർത്ഥികളും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. കോഴിക്കോട് UDF സ്ഥാനാർത്ഥി MK രാഘവൻ നെടുങ്കോട്ടൂർ മാതൃബന്ധു വിദ്യാശാല ALP സ്കൂളിലും, കോഴിക്കോട് LDF സ്ഥാനാർത്ഥി എളമരങ്കരിയും തേവഗിരി സേവിയോ ഹയർ സെക്കൻഡറി സ്കൂളിലെ 56-ാം ബൂത്തിലും, NDA സ്ഥാനാർത്ഥി MT രമേശ് ECയിൽ ഗവൺമെന്റ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിലും വോട്ട് രേഖപ്പെടുത്തി. മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ ഇതുവരെയുള്ള കണക്കുപ്രകാരം 31.58% പോളിംഗ് രേഖപ്പെടുത്തി. പൊന്നാനിയിൽ 29.66% ഇതുവരെയുള്ള പോളിംഗ്. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ 12-20 വരെയുള്ള കണക്കുപ്രകാരം 34.51% പോളിംഗ് രേഖപ്പെടുത്തി. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന പാലക്കാട് ജില്ലയിൽ അത്യുഷ്ണത്തെ അവഗണിച്ചാണ് വോട്ടർമാർ ബൂത്തുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം പാലക്കാട് 35.10%, ആലത്തൂരിൽ 33.27% പേർ വോട്ട് രേഖപ്പെടുത്തി. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് പ്രതിനിധി ഫൈസൽ അലിമുത്ത്. ഫൈസൽ, പാലക്കാട് വോട്ടെടുപ്പ് എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? കടുത്ത ചൂട് വോട്ടെടുപ്പിനെ ബാധിച്ചിട്ടുണ്ടോ? സോഫിയ, ജില്ലയിലെ 2 ലോക്സഭാ മണ്ഡലങ്ങളിലെ പോളിംഗ് ബൂത്തുകളിലും രാവിലെ മുതൽ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. ജില്ലയിൽ ഉഷ്ണതരംഗ സാധ്യത മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ വോട്ടർമാർ ചൂട് കൂടുന്നതിന് മുന്നേ വോട്ട് ചെയ്യാൻ എത്തിയതാണ് ആദ്യ മണിക്കൂറുകളിൽ ബൂത്തുകളിൽ തിരക്ക് വർദ്ധിപ്പിച്ചത്. പാലക്കാട് മണ്ഡലത്തിലെ ശക്തമായ ത്രികോണ മത്സരവും വോട്ടിംഗ് ശതമാനം കൂട്ടുമെന്ന് തന്നെയാണ് കരുതുന്നത്. ആലത്തൂരിലെ ചില മണ്ഡലങ്ങളിൽ വോട്ടിംഗ് യന്ത്രങ്ങളുടെ മന്ദഗതിയും പോളിംഗ് ഉദ്യോഗസ്ഥരുടെ പരിചയക്കുറവും തിരക്ക് കൂട്ടിയെന്ന് വോട്ടർമാർ പരാതിപ്പെട്ടിരുന്നു. ജില്ലയിലെ കനത്ത ചൂട് വോട്ടിങ്ങിനെ ബാധിക്കാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ആരോഗ്യ വകുപ്പും തെരഞ്ഞെടുപ്പ് വിഭാഗവും ബൂത്തുകളിൽ ഒരുക്കിയിട്ടുണ്ട്. ജില്ലയിലെ എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും കുടിവെള്ളം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ സജ്ജീകരിച്ചു. ശരി ഫൈസൽ, നന്ദി ഫൈസൽ. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഇതുവരെയുള്ള കണക്ക് പ്രകാരം 34.12% പോളിംഗ് രേഖപ്പെടുത്തി. കാസർഗോഡ് മണ്ഡലത്തിൽ 33.82% ഇതുവരെയുള്ള പോളിംഗ്. പൊന്നാനി ഒഴികെ സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും പോളിംഗ് നിരക്ക് 30% മുകളിലെത്തിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കേരളത്തിന് പുറമെ 2ാം ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന 11 സംസ്ഥാനങ്ങളിലും ജമ്മുകശ്മീരിലും വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായി പുരോഗമിക്കുന്നു. കർണാടകയിലെ 14 മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ്. 11 മണിവരെയുള്ള കണക്കുകൾ പ്രകാരം ഇവിടെ 22.34% പേർ വോട്ട് രേഖപ്പെടുത്തി. ബാംഗ്ലൂർ നഗരത്തിലെ 4 ലോക്സഭാ മണ്ഡലങ്ങളിലും മാണ്ഡ്യ, ഹാസൻ തുടങ്ങി രാഷ്ട്രീയ ശ്രദ്ധ നേടിയ വിവിധ മണ്ഡലങ്ങളിലും ഇന്നാണ് വോട്ടെടുപ്പ്. HD കുമാരസ്വാമി, DK സുരേഷ്, തേജസ്വി സൂര്യ, ശോഭ കരന്തലാജെ തുടങ്ങിയ സ്ഥാനാർത്ഥികൾ ഇന്ന് ജനവിധി തേടുന്നവരിൽ ഉൾപ്പെടുന്നു. 13 മണ്ഡലങ്ങൾ ജനവിധി എഴുതുന്ന രാജസ്ഥാനിൽ 26.84% ഇതുവരെയുള്ള പോളിംഗ്. ജോധ്പൂർ, ഉദയ്പൂർ, അജ്മീർ തുടങ്ങി ശ്രദ്ധേയമായ വിവിധ മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. 8 മണ്ഡലങ്ങളിൽ പോളിംഗ് നടക്കുന്ന മഹാരാഷ്ട്രയിൽ 18.83%, ഉത്തർപ്രദേശിൽ 24.31 പേർ വോട്ട് രേഖപ്പെടുത്തി. മധ്യപ്രദേശിൽ 6ഇടത്താണ് ഇന്ന് പോളിംഗ്. BSP സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് ബേതുൾ മണ്ഡലത്തിൽ ഇന്ന് നടക്കേണ്ടിയിരുന്ന വോട്ടെടുപ്പ് മെയ് 7 മാറ്റിയിരുന്നു. 28.15% പേർ ഇതിനകം സംസ്ഥാനത്ത് വോട്ട് രേഖപ്പെടുത്തി. 11 മണിവരെയുള്ള കണക്ക് പ്രകാരം ബീഹാറിൽ 21.68%, ഛത്തീസ്ഗഡിൽ 35.47%, പശ്ചിമബംഗാളിൽ 31.25% പോളിംഗ് രേഖപ്പെടുത്തി. 2ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് വോട്ടിംഗ് നിരക്ക് രേഖപ്പെടുത്താൻ ജനങ്ങളോട് അഭ്യർത്ഥിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുവജനങ്ങളും സ്ത്രീകളും ഉൾപ്പെടെ എല്ലാ വോട്ടർമാരും പോളിംഗ് ബൂത്തുകളിൽ എത്തണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിലെ വിവരങ്ങൾ വിവിപാറ്റ് സ്ലിപ്പുകളുമായി 100% ഒത്തുനോക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിക്കപ്പെട്ട ഹർജികൾ സുപ്രീംകോടതി തള്ളി. ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, ദീപാകർ ദത്ത എന്നിവരടങ്ങുന്ന ബെഞ്ചിന്റേതാണ് തീരുമാനം. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. രാത്രി 7:30 കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ട വോട്ടെടുപ്പ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് 12-20 വരെ രേഖപ്പെടുത്തിയത് 33.4% പോളിംഗ്. വോട്ടെടുപ്പ് സമാധാനപരം. കർണാടകയും രാജസ്ഥാനും ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിലും ജമ്മുകശ്മീരിലും ഇന്ന് വോട്ടെടുപ്പ്. കർണാടകയിൽ 11 മണിവരെ 22% പേർ വോട്ട് രേഖപ്പെടുത്തി. എല്ലാ വോട്ടർമാരും പോളിംഗ് ബൂത്തുകളിൽ എത്തണമെന്നും ഉയർന്ന വോട്ടിംഗ് ശതമാനം രാജ്യത്തിന്റെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിലെ എല്ലാ വോട്ടുകളും വിവിപാറ്റുമായി ഒത്തുനോക്കണമെന്നാവശ്യപ്പെടുന്ന ഹർജികൾ സുപ്രീംകോടതി തള്ളി.
വാർത്തകൾ കഴിഞ്ഞു. പ്രത്യേക തിരഞ്ഞെടുപ്പ് വാർത്തകൾ 3 മണിക്ക്.